ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കൊരു വാക്യം ആദ്യമായിട്ട് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യം, 16 മുതൽ 16-ന്റെ അവസാന ഭാഗം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഏലിയാവിൻ്റെ ജീവിത അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ 18-ാം അധ്യായത്തിൽ 36-ാം വാക്യത്തിന്റെ അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. നമുക്കറിയാം, ഏലിയാവിന്റെ ജീവിതകാലം എന്ന് പറയുന്ന ആഹാബ് ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്. ഏതാണ്ട് BC 9-ാം നൂറ്റാണ്ടിലാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോഴത്തെ ഇസ്രായേലിന്റെ ചരിത്രം നാം മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ വഷളായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് ബാൽ പ്രവാചകൻ അല്ലെങ്കിൽ ബാലിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. അതിന് കാരണം ഒന്നാമത് നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. ആഹാബിന്റെ കാലത്ത് അല്ലെങ്കിൽ ആഹാബിന്റെ ഭാര്യ ഇസബേൽ സിദോന്യ സ്ത്രീയാണ്. അവിടെ നാട്ടില് അല്ലെങ്കിൽ സിദോന്യ ആ സ്ഥലത്ത് നിലനിന്നിരുന്നത് ബാലിന്റെ ആരാധനയാണ്. ബാലിനെ അവിടുത്തെ ജനം ആരാധിച്ചിരുന്നു. ആ നിലയില് ആഹാബിനെ വിവാഹം കഴിക്കുമ്പോൾ ഈ ബാലിനെ ആരാധിക്കണം എന്നുള്ള ഒരു നിബന്ധനയോടുകൂടിയാണ് ആ വിവാഹം നടന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ ഇസബേല ഇസ്രായേലിൽ കടന്നു വന്നു. അവിടെ ആ ബാലിന്റെ ആരാധന അഭിമുഖം തുടരുവാനായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ട എല്ലാ ഒത്താശയോടും ആഹാബ് ചെയ്തു കൊടുത്തു. അങ്ങനെ അവിടുത്തെ ജനത്തെ, ഇസ്രായേലിലെ ദൈവജനത്തെ ബാലിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആ സ്വാധീനത കാരണമായി തീർന്നു. അനേകരെ നിഷ്കരണം വധിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു, ബാലിനെ ആരാധിക്കാത്തത്. എന്നാൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഏലിയാവ് നമുക്കറിയാം 17 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഏലിയാവ് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഈ ബാലിനെ ആരാധിക്കുന്ന വലിയ സമൂഹത്തിന്റെ മധ്യത്തില് ഇസ്രായേലിൽ വളരെ ചുരുക്കം ന്യൂനപക്ഷം ആളുകൾ മാത്രമേ ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായ നിലയിൽ സ്നേഹിച്ചു സേവിച്ച് മുൻപോട്ട് പോയിരുന്നത്. നമുക്കറിയാം, കർത്താവ് തന്നെ, യഹോവയായ ദൈവം തന്നെ അരുളി ചെയ്ത ഒരു വാക്കുണ്ട്. ഏലിയാവിനോട് പറയുന്നുണ്ട്, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് ഇസ്രായേലിലുണ്ട്. അപ്പം ഏലിയാവ് വിചാരിച്ചു ഞാൻ മാത്രമേ ഇങ്ങനെ ഒരു വ്യക്തിയുള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയാണ്, യഹോവയായ ദൈവം അത് വെളിപ്പെടുത്തിയെന്നാണ്. 7000 പേരുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, 7001 പേരാണ് യഥാർത്ഥത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഇസ്രായേലില് ദൈവത്തെ പിൻപറ്റിയിരുന്ന, ദൈവത്തെ ആരാധിച്ചിരുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ മൊത്തം അവരുടെ എണ്ണം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഏലിയാവ് രംഗപ്രവേശനം ചെയ്യുന്നത്. ഏലിയാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. എന്താ ഏലിയാവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? യഹോവ എന്റെ ദൈവം. യഹോവ എന്റെ ദൈവം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഏലിയാവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ആ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട്, എന്റെ ദൈവം, യഹോവ എന്റെ ദൈവം എന്നുള്ള ആ പേരിന്റെ ശരിയായ അർത്ഥം തന്റെ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഏലിയാവ് ജീവിച്ചിരുന്നത്. അല്പം ചില ന്യൂനതകളൊക്കെ ഏലിയാവ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തുറന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഏലിയാവ് മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രയോഗമുണ്ട്, പദപ്രയോഗമുണ്ട്. എന്തായിരിക്കും? ഏലിയാവിന്റെ ദൈവം. അപ്പം ഏലിയാവിനെ കുറിച്ച് നമ്മൾ എവിടെ പഠിക്കാനായിട്ട് തുടങ്ങിയാലും അവിടെ ഏലിയാവ് സേവിച്ച ദൈവത്തെ, അല്ലെങ്കിൽ നമ്മളും ഇന്ന് സേവിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ വരുവാനായിട്ട് ഇടയായി. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക കാലഘട്ടം, അല്ലെങ്കിൽ ആ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഏലിയാവ് ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ ഏതെല്ലാം നിലയിലാണ് ഈ ദൈവം ഏലിയാവിനോട് ഏർപ്പെട്ടത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതെല്ലാം സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ഈ ഭാഗത്ത്, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 17-ാം അധ്യായം മുതൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏലിയാവിന്റെ ദൈവം വിശ്വസ്തനായിരുന്നു.
വിശ്വസ്തതയുള്ള ദൈവമായിരുന്നു ഏലിയാവിന്റെ ദൈവം. നമുക്കതെങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ദൈവവചനം ഉടനീളം പരിശോധിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം വിശ്വസ്തനാണെന്ന് നാം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവം നമുക്ക് തരുന്ന നന്മകളെ കുറിച്ച് മാത്രമാണ് നമുക്ക് ബോധമുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതാവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നു, നമ്മെ പരിപാലിക്കുന്നു, നമ്മുടെ പ്രതിസന്ധികൾ നമ്മളെ സഹായിക്കുന്നു. ഇതൊക്കെയാണ് ദൈവം വിശ്വസ്തനാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന വിഷയം. എന്നാൽ ആവർത്തന പുസ്തകത്തിലെ 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് തുടങ്ങുന്ന ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഇത് ഉന്നതമാക്കും. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ ഈ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാറുള്ളത്. അതിന്റെ ദൈവത്തിന്റെ നന്മകൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഒരു ഭാഗം 28-ാം അധ്യായത്തില് അതിന്റെ 14-ാം വാക്യത്തിൽ അവസാനിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, 13-14 നമുക്ക് വളരെ ഇഷ്ടമുള്ള വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ പിന്മാറുക. അപ്പം ദൈവത്തെ അനുസരിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കുവാൻ തീരുമാനിച്ചാൽ എന്തായി തീരും? നമ്മളെ വായിക്കുന്നു, നമ്മളെ ഉയർച്ച പ്രാപിക്കും. ദൈവം നിന്നെ വാലല്ല തലയാക്കും. നമ്മുടെ ഭൗമികമായ നന്മകൾ മാത്രം ഉദ്ദേശിച്ചല്ല ഈ വാക്ക് ഓർപ്പിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഈ അനുഭവം നമുക്ക് കൈവരിക്കുവാനായിട്ട് കഴിയും. യഥാർത്ഥത്തില് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ. അപ്പം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരെ ദൈവം ആദരിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് ദൈവം വളരെ വ്യക്തമായ നിലയിൽ നമ്മോട് ഓർപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ജനസമൂഹത്തെ ദൈവം ആദരിക്കും. എന്നാൽ അതിന്റെ അടുത്ത ഭാഗം എന്താണ്? ദൈവത്തിന്റെ വിശ്വസ്തതയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാനും നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ, അടുത്തത് പറയുന്നത്, ഈ ശാപമൊക്കെ നിനക്ക് വന്നു ഭവിക്കും. പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും. അതുപോലെ 23 മുതൽ താഴോട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 24 യഹോവ നിന്റെ ദേശത്തിലെ മഴയെ പൊടിയും പൂഴിയുമാക്കും. നീ നശിക്കും വരെ അത് ആകാശത്തിൽ നിന്ന് നിന്റെ മേൽ പെയ്യും. ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. അപ്പം ദൈവത്തെ അനുസരിക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു സമൂഹം. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇപ്പോൾ ഇസ്രായേലിന്റെ സ്ഥിതി അതാണ്. ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വളരെ അകന്നു എന്ന് പറഞ്ഞാൽ നാം പ്രാരംഭത്തിൽ ഓർത്തുപോലെ ഇപ്പൊ അവരാരെയാ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്? ബാലിനെയാണ്. ജീവനുള്ള സത്യദൈവത്തെ ഉപേക്ഷിച്ചിട്ട് അവരിന്ന് ബാലിനെ ആരാധിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവരുടെ മധ്യത്തില് ന്യായവിധി അയക്കുവാനായിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഏലിയാവ്. ഏലിയാവിനെ ദൈവം പെട്ടെന്ന്, നമുക്കറിയാം ഇതുവരെ ഏലിയാവ് ദൈവത്തോട് കൂടെ നടന്നവനാണ്. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ദൈവത്തിന് വേണ്ടി നിലനിന്നവനാണ്. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഏലിയാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ പറയുന്നൊരു വാക്കുണ്ട്. എന്താ? എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ ഈ ഏലിയാവ് ദൈവത്തെ സേവിച്ചുകൊണ്ട് മുൻപോട്ട് പോയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ദൈവം അവനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതും ഈ വലിയ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുന്നു. ആഹാബിന് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അവരോട് അരുളി ചെയ്യുവാനായിട്ട് ദൈവം ഈ ഏലിയാവിനെ നിയോഗിക്കുകയാണ്. ഏലിയാവ് പറയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. അപ്പൊ ഇതുവരെ താൻ സേവിച്ചു നിന്നത് ഈ യഹോവയാണ്, ജീവനുള്ള സത്യദൈവത്തെയാണ്. തന്റെ പേരിന്റെ അന്വർത്ഥമാക്കിക്കൊണ്ട് താന് ഈ യഹോവയെ ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അത് പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഏലിയാവ് മുൻപോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് കഴിയും, ഈ ഏലിയാവ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഏലിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു, അതുകൊണ്ട് ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ വാക്കുകളെ ആദരിച്ചു എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. ഏലിയാവ് പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് തന്റെ ചരിത്രത്തിൽ. ഇപ്പൊ നമ്മൾ ബൈബിളിൽ പെട്ടെന്ന് നോക്കിയാൽ 8 അത്ഭുതങ്ങൾ താൻ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ എല്ലാ അത്ഭുത പ്രവൃത്തികളെയും മുമ്പാകെ ദൈവസന്നിധിയിൽ താൻ അപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ ഭാഗത്ത് അതുപോലെ തന്നെ വീണ്ടും മഴ പെയ്യിക്കുന്ന സമയത്ത് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ
അടുത്ത 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് കർമ്മേൽ പർവ്വതത്തിൽ ഒരു വലിയ സംഭവം നടന്നു, ഒരു യാഗം നടക്കുന്നു. അവിടെ ബാലിന്റെ പ്രവാചകന്മാർ കൊല്ലപ്പെടുന്നു. അതിനു മുമ്പ് ദൈവത്തിന് വേണ്ടി യാഗം അർപ്പിക്കുവാനായിട്ട് ഏലിയാവ് തുടങ്ങുമ്പോൾ തന്നെ താൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ 36-ാം വാക്യത്തിൽ വായിച്ചത്. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഏലിയാവ്. ദൈവങ്ങളെ, ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പം ദൈവത്തിന്റെ വിശ്വസ്തതയെ നമുക്കൊന്ന് ഓർക്കുവാനായിട്ട് ഇടയായിട്ടെ. നമുക്ക് അത്രമാത്രം ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ നാം ഓർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ടോ? ദൈവം നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട്. നമ്മൾ പ്രാരംഭത്തിൽ നോക്കും, അത് കൃത്യമായി ആചരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ കേൾപ്പിക്കുന്നത്? അതനുസരിക്കുവാനായിട്ടാണ്, അത് അംഗീകരിക്കുവാനായിട്ടാണ്, അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ടാണ് ഈ ദൈവവചനം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. അപ്പൊ ദൈവം നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ അതിന് വിധേയപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. ഇന്ന് നാം ഇവിടെ ഈ സമയത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവവചനം കേട്ട് ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഈ പുറത്തേക്ക് പോകുമ്പോൾ ഇനി ജീവിക്കുവാനുള്ള ദൈവകൃപ ലഭിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനത്തെ നാം അനുദിനം പാരായണം ചെയ്യുക, പഠിക്കുക, വായിക്കുക, ധ്യാനിക്കുക. ഇത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെ ആലോചനകൾ എന്താണെന്ന് കേൾക്കുവാനായിട്ടുള്ള മുഖാന്തരമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നമുക്ക് പരിപൂർണതയുള്ള അല്ലെങ്കിൽ പൂർണ്ണതയിൽ ദൈവം നമുക്ക് വചനം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. അതനുസരിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. അങ്ങനെ ദൈവത്തെ ആദരിക്കുന്നവരെ ദൈവം മാനിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 25-ാം അധ്യായത്തിന് 25-ന്റെ 10 നാം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 25-ന്റെ 10 യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദൈവവും സത്യവുമാകും. അപ്പം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് മാത്രമാണ് അത് ബാധകം. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ അത് മാത്രമല്ല, ദൈവമക്കളെ ഏതൊരു നിമിഷവും ദൈവകരങ്ങളിൽ താൻ ഇരിക്കുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീരണം. 34-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അപ്പം ദൈവത്തെ യഥാർത്ഥമായ നിലയിൽ അന്വേഷിക്കുന്നുവെങ്കിൽ യാതൊരു കുറവുമില്ലാതെ നമ്മെ പരിപാലിക്കുകയും വഴിനടത്തുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാം ഏലിയാവിനുള്ള ബന്ധത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം തന്റെ വിശ്വസ്തത തെളിയിച്ചിരിക്കുകയാണ്. എന്താണ്? പ്രാരംഭത്തിലായിട്ട് ഏലിയാവിനോട് പറഞ്ഞു, നീ പോയി ആഹാബിനോട് പറയാം, ഇനി ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അപ്പൊ ദൈവം ന്യായം വിധിക്കുന്നവനാണ്, വിശ്വസ്തനാണ്. നന്മകൾക്ക് അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവം നന്മകൾ നൽകും. എന്നാൽ ദൈവത്തിന് വിരോധമായി നടക്കുന്ന ദുഷ്പ്രവൃത്തിക്കാരോട് ദൈവം ശക്തമായ നിലയിൽ കർശനമായിട്ടും ഏർപ്പെടുന്ന ദൈവമാണ്. ഇവിടെ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ തന്റെ ജനമാണ്. അവർ പാപത്തിലേക്ക് വീണു പോയപ്പോൾ അവർക്ക് ദൈവത്തിന്റെ ശിക്ഷാവിധി ലഭിക്കുന്നതായിട്ട് നാം കാണുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ച് അവർക്ക് 3.5 വർഷം പിന്നീട് മഴ പെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം നമ്മുടെ വായിച്ചു, ആരംഭത്തിലെ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഏലിയാവിന്റെ പ്രാർത്ഥന അത്രയോ ശക്തിയുള്ളതാണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ട് ആ പ്രാരംഭത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ദൈവമക്കളെ, നമ്മുടെയും പ്രാർത്ഥന ഫലിക്കും. കാരണം എന്താ? ഈ ഏലിയാവിന്റെ പ്രാർത്ഥന ഫലിച്ചെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫലിക്കുമോ? തീർച്ചയായിട്ടും. കാരണം എന്താ? അവിടെ തന്നെ പറയുന്നത് നാം ഏലിയാവിന് സമസ്വഭാവമുള്ളവരാണ്. നമ്മെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഏലിയാവ്. എന്നാൽ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുവാൻ, ദൈവത്തെ വിശ്വസ്തയോടുകൂടെ പിൻപറ്റുവാൻ ഇടയായി തീർന്നപ്പോൾ ദൈവം അവനിൽ കൂടെ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് നാം വായിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കേൾക്കുന്ന മാത്രമല്ല, മറുപടി തരുന്ന ദൈവമാണ്. നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, ധൈര്യപ്പെടുത്തുന്നവനാണ്. ദൈവത്തിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഏലിയാവിനുള്ള ബന്ധത്തില് ദൈവം ഏലിയാവിനെ വിവിധ തലങ്ങളിൽ കൂടെ വിവിധ നിലയിൽ നടത്തുന്നു. വഴികൾ അവന് കാണിച്ചു കൊടുക്കുന്നു. ഏത് വഴിയെ നടക്കണമെന്നുള്ളത് ആലോചനക്കാരനായിട്ട് ദൈവം അവനോട് കൂടെയിരുന്നു. അതുപോലെ തന്നെ ഏലിയാവിനെ സംരക്ഷിക്കുന്ന ദൈവമാണ് ഈ ദൈവം. നമുക്കറിയാം, ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ ഭാഗത്തൊക്കെ പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. ഇങ്ങനെയാണ് അത് പറയുന്നത്: ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിനുണ്ടായതെന്നാൽ, ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിനുണ്ടായതെന്നാൽ. അങ്ങനെ 6 പ്രാവശ്യം ഈ ഭാഗങ്ങളിൽ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയാവിന്റെ ദൈവം ഏലിയാവിനോട് എപ്പോഴും സംസാരിക്കുന്ന ദൈവമാണ്. എപ്പോഴും സംസാരിക്കുന്ന, ഏത് ആവശ്യങ്ങളുടെ മുഖത്തും സംസാരിക്കുകയും ആലോചന നൽകുകയും ചെയ്യുന്ന ദൈവമാണ്. മാത്രമല്ല, അവിടെ നാം വായിക്കുന്ന തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ ഏലിയാവിനോട് സംസാരിക്കുന്നു, അവനെ ബലപ്പെടുത്തുന്നു, ശക്തിപ്പെടുത്തുന്നു. കൂടാതെ ഏലിയാവ് ഏലീശയോട്
പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ആദ്യ ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകമായിട്ട് പറയുന്നുണ്ടത് ഇങ്ങനെയാണ് പറയുന്നത്. എന്താ ഏലിയാവ് ഇങ്ങനെയാണ് എലീശയോട് പറയുന്നത്, ദൈവം എന്നെ അയച്ചിരിക്കുന്നു, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. അപ്പം ദൈവവുമായി സ്ഥിരമായിട്ട് തുടർമാനമായിട്ട് ഒരു വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് ഏലിയാവ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, തന്നെ സേവിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ, തന്റെ മക്കളോടുള്ള ബന്ധത്തില് ദൈവം എപ്പോഴും ആലോചനകൾ നൽകുന്നവരാണ്. ദൈവമക്കളെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതത്തില് ഈ ദൈവം ഏതെല്ലാം നിലയിലുള്ള ആലോചനകൾ തന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് പരിശോധിക്കാം, ഏതെല്ലാം നിലയിലുള്ള ആലോചനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ആലോചന തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? ആ വഴിയെ പോയിട്ടുണ്ടോ? ദൈവത്തെ വിട്ട് ദൈവ വഴിയിൽ നിന്ന് അകന്നിച്ചാണോ നാം ജീവിക്കുന്നത് എന്ന് നാം നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വളരെ പ്രാമുഖ്യമായിട്ട് ദൈവത്തിന്റെ വചനത്തെ ഉൾപ്പെടുത്തിയിരുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏലിയാവ് മുൻപോട്ട് പോയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അല്ലെങ്കിൽ അവരുടെ എല്ലാ വേദഭാഗങ്ങളും എടുത്ത് വായിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇപ്പൊ ഏലിയാവ് ദൈവവചനം ശ്രദ്ധിക്കുന്ന ആളായിരുന്നു, അല്ലെങ്കിൽ ദൈവവുമായി സജീവമായ ബന്ധമുള്ളവരായിരുന്നു. ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ എപ്പോഴും ഈ ദൈവദാസന് ലഭിച്ചിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്കും അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടാറുണ്ടോ? ദൈവത്തിന്റെ ആലോചന ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് നേരിട്ട് ദൈവം അങ്ങനെ നമ്മളോട് ഏർപ്പെടുന്നില്ല എങ്കിലും ദൈവവചനത്തിൽ കൂടെ നമ്മോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവവചനത്തിൽ കൂടെ സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവചനം നാം കുറച്ചൊക്കെ വായിക്കണം, ദൈവവചനം ചിന്തിക്കണം. എങ്കിൽ മാത്രമേ ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. നിർത്താം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവം ഏലിയാവിനെ സംരക്ഷിക്കുന്ന ദൈവമായിരുന്നു. നാം ഇപ്പോൾ പറയുമ്പോൾ ഈ സമയത്ത് ഇസ്രായേലിൽ വലിയ മഴയുടെ കുറവുണ്ടായി, അല്ലെങ്കിൽ മഴയില്ലാതായി, ക്ഷാമമുണ്ടായി, ജനം വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോഴത് ഏലിയാവ് എവിടെയാണ്? ഏലിയാവ് എവിടെയാ? ഏലിയാവ് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഏലിയാവിന് യാതൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. ആഹാരത്തിന് ഒരു മുട്ടും ഉണ്ടായിട്ടില്ല. എവിടെയാണ് ഏലിയാവ് ഇപ്പോൾ? കെരീത്ത് തോട്ടിലാണ്. ദൈവത്തിന്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം ഏലിയ ഇപ്പോൾ കെരീത്ത് തോട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. അവിടെ നല്ല വെള്ളമുണ്ട്, പിന്നെ ആഹാരമുണ്ട്. എവിടുന്ന് ആഹാരം കിട്ടി? കാക്ക കൊണ്ട് കൊടുത്തു. ഇത് എവിടുന്നാകാം? രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണെങ്കിലും കാക്കയിൽ കൂടെ സുഭിക്ഷമായ ജീവിതം നയിച്ച് ഏലിയാവിന് ആ കെരീത്ത് തോട്ടിൽ ജീവിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ കുറച്ച് നാളുകൾ മുൻപോട്ട് സുഖകരമായ ജീവിതം നയിച്ചു. എന്നാൽ അച്ഛൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്ന കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി. കെരീത്ത് തോട്ടിലെ വെള്ളം പറ്റി. നമുക്കത് പല നിലയിൽ ചിന്തിക്കാൻ കഴിയും. ദൈവം ചിന്തിച്ചാണോ അങ്ങനെ ഏലിയാവ് എപ്പോഴും ഇവിടെ ഇങ്ങനെ സൂചിച്ചിരിക്കേണ്ട? വേറൊരു മാധ്യമം ഉണ്ടാക്കാൻ നമുക്ക് ഏലിയാവെന്ന് മനസ്സിലാക്കേണ്ട. ദൈവം ഇതിൽ കൂടെ മാത്രമല്ല മനുഷ്യരെ, തന്റെ ജനത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ദൈവം, നമുക്ക് എങ്ങനെ പറയാം, ദൈവം ആ കെരീത്തോട്ടിലെ വെള്ളം പറ്റിച്ചു. ഇനി ഏലിയാവിനോട് പറയാൻ എന്താ പറയുന്നത്? നീ ഇനി ഇങ്ങോട്ട് പോകണം, സരേഫാത്തിലേക്ക് പോവുക. അവിടെ ആരുണ്ട്? ഒരു വിധവയുണ്ട്, വിധവയ്ക്ക് ഒരു മകനുമുണ്ട്. അവിടെ അങ്ങോട്ട് പോകാം. ഈ സരേഫാത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സരേഫാത്ത് എന്ന് പറയുന്നത് ആഹാബിന്റെ ഭാര്യയായ ഇസബേലിന്റെ നാടാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ബാലിന്റെ ആരാധന മാത്രമേ ഉള്ളൂ. ബാലിനെയാണ് അവർ ദൈവമായിട്ട് അംഗീകരിച്ചിരുന്നത്. ആ നാട്ടിലേക്കാണ് പറഞ്ഞു വിടുന്നത്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു സാഹചര്യമാകാം. അതുകൊണ്ട് ഇതൊന്നും സംശയിക്കാതെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഏലിയാവ് ദൈവത്തിന്റെ വാക്ക് കേട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവം അങ്ങോട്ട് അയച്ചത് വേറെയും ചില ഉദ്ദേശങ്ങൾ കാണും, അല്ലേ? ഇവിടെ വലിയ ക്ഷാമമാണ്, അവിടെയും ഒരു സ്ത്രീയുണ്ട്, ഒരു വിധവയുണ്ട്, ഒരു മകനുണ്ട്. ആ വിധവ യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തിയായ സ്ത്രീയാണ്. നമുക്കത് അവളുടെ ചരിത്രത്തുള്ള ബന്ധത്തില്, ജീവിതാനുഭവങ്ങളുടെ ബന്ധത്തിൽ വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പം ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ് ഈ വിധവയായ സ്ത്രീയെയും സംരക്ഷിക്കുക എന്നുള്ളത്. അവളെയും സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണെന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഏലിയാവിനെ അങ്ങോട്ട് കൂടിയാണ് അതിനെ മുഖാന്തരമാക്കി തീർക്കുകയാണ്. ഏലിയാവ് നേരെ വിധവയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താണ് പറയുന്നത്? അവളെ കണ്ടിട്ട് അത് നമ്മളത് 17-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് 11-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവൾ 10-ാം വാക്യം, അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരെഫാത്തിൽ പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. വെള്ളം മാത്രമേ ഉള്ളല്ലോ, സാരമില്ല എന്ന് വിചാരിച്ചാണ് അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ പുറയിൽ നിന്നൊരു ശബ്ദം കൂടെ കേട്ടെന്താ? ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ.
അപ്പം അത് കേട്ടാൽ തോന്നുന്നു അവളെ വീട്ടിൽ അപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് അവളുടെ മറുപടി എന്താണ്? അതിനവൾ നിന്റെ ദൈവമായ യഹോവയാണ്. ആരംഭ കാഴ്ചയിൽ തന്നെ അവൾക്ക് മനസ്സിലായി ഇതാരാണ്. അവിടെ പറയുന്നുണ്ട് നിന്റെ ദൈവമായ യഹോവ. ഒരു ദൈവ വൈതലാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നുള്ളത് അവൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ദൈവമായ യഹോവയാണ് ഉള്ള സത്യം അവൾ പറഞ്ഞത്. കലത്തില് ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം വെണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. 2 കഷ്ണം വിറകേ ഉള്ളൂ. എന്താ ഇപ്പൊ കൂടുതൽ കൊണ്ടുപോകാൻ വയ്യാഞ്ഞിട്ടല്ല, അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൻ 2 അപ്പമേ ഉള്ള ആകെ ഉണ്ടാക്കേണ്ടി ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ അവർക്ക് സമ്പാദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് അത് തിന്നിട്ട് ഞാനും മകനും മരിപ്പാനിരിക്കുകയാണ്. അപ്പൊ ഇതോടെ അവസാനം കഴിച്ചിട്ട് മരിച്ചേക്കാന്ന് വിചാരിച്ചിരിക്കുക. ആ സമയത്താണ് ഈ അനുഭവം. അപ്പൊ ഈ ജീവനുള്ള ദൈവത്തെ അറിയുന്ന ഒരു ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം അവളെ കുറിച്ച് കരുതലുള്ളവൻ. അതിനാണ് ഏലിയാവിനെ അയച്ചത്. നമുക്ക് ആ ചരിത്രം അറിയാം, അതുകൊണ്ട് ഞാനതിൽ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാണ് സംഭവിച്ചത് ചുരുക്കത്തില്? ആ ക്ഷാമകാലം കഴിയുന്നത് വരെ അവളുടെ കലത്തിലെ മാവ് തീർന്നുപോയി. ദൈവമക്കളെ എത്രയോ അനുഗ്രഹീതമായ ഒരു സംരക്ഷണമാണ് ദൈവം അവൾക്ക് നൽകിയത്. ഇല്ലായ്മയുടെ അനുഭവത്തിൽ മരിക്കുവാനായിട്ടിരുന്ന ആ സാഹചര്യത്തിൽ പോലും ദൈവം അവളെ സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു. ദൈവം തന്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നു. ദൈവം നിലവിളി കേൾക്കുന്ന ദൈവമാണ്, മറുപടി തരുന്ന ദൈവമാണ്. കഷ്ടതകളിൽ യഹോവയോട് അപേക്ഷിച്ചാൽ ദൈവം ഉപേക്ഷിക്കുന്നവനല്ല എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. ഏലിയാവിനുള്ള ബന്ധത്തില് ദൈവം ആരാണ്? ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഏലിയാവിന്റെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അത് ഏലിയാവിന് വളരെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കും അത് ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ആദ്യം പറഞ്ഞു, താൻ പ്രാർത്ഥിച്ച് ഭൂമിയില് അല്ലെങ്കിൽ ഇസ്രയേലില് ക്ഷാമം വരുത്തി. അതിനുശേഷം ഒരു വലിയ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഒരു യാഗം, കർമ്മേൽ പർവ്വതത്തിൽ ഒരു യാഗം അർപ്പിക്കുവാനായിട്ട് ഏലിയാവ് ഇസ്രയേലിലെ ഓരോ ഗോത്രത്തിൽപ്പെട്ട പ്രതിനിധികളെയും ജനത്തെയും കൂട്ടിവരുത്തി. അതുപോലെ തന്നെ ബാലിന്റെ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അവിടെ കൂട്ടിവരുത്തി. 850 പുരോഹിതന്മാരും 850 അവരെയും കൂട്ടിവരുത്തി യാഗം അർപ്പിക്കുവാനായിട്ട്. ഇവിടുത്തെ പ്രധാന വിഷയം എന്താണ്? ആരാണ് യഥാർത്ഥ ദൈവം എന്നറിയണം. ഏലിയാവ് സേവിച്ചു നിൽക്കുന്ന ദൈവമാണോ, ബാലാണോ യഥാർത്ഥ ദൈവം? നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. ബാലിന്റെ പ്രവാചകന്മാർക്ക് അവിടെ ഒന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല, പരാജയപ്പെട്ടു. ആ പരാജയത്തിന്റെ മുമ്പില് ഏലിയാവ് വിജയിച്ചു. അവിടെ നാം വായിക്കുന്നത്, ഇവിടെ നാം ആ ആരംഭത്തിൽ വായിച്ച വാക്യം എന്ന് പറയുന്നത് ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ദൈവം പ്രാർത്ഥന കേട്ടു. ഏലിയാവ് അർപ്പിച്ച യാഗത്തെ ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി ദഹിപ്പിച്ചു. ആരാണ് ദൈവം? യഥാർത്ഥ ദൈവം ആരാണ്? ഏലിയാവിന്റെ ദൈവമാണ് യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവം എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തി. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന 850 പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും കൊന്നുകളഞ്ഞു. അതും ദൈവത്തിന്റെ പ്രമാണമായിരുന്നു. ദൈവത്തിന്റെ രാജ്യത്ത്, ദൈവ കൊടുത്ത ദേശത്ത് തന്റെ ജനം ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ കൽപ്പന. എന്നാൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയും. അത് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളുമാണ്. അങ്ങനെ ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ഏലിയാവിന് വളരെ വ്യക്തമായ നിലയിൽ ബോധ്യപ്പെട്ടു. നമുക്കറിയാം, അതിനുശേഷമാണ് ആ ദേശത്ത്, അവിടെ ആ സമയത്ത് ജനമെല്ലാം കവിണ് വീണു. ജീവനുള്ള ദൈവം യഹോവയാണ് ദൈവം, അല്ലെങ്കിൽ ഏലിയാവിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെയുള്ള ജനമെല്ലാം കവിണ് വീണു. എന്താണ് പറഞ്ഞത് അവര്? യഹോവയാണ് ദൈവം, യഹോവയാണ് ദൈവം. അവർ നിലത്ത് കവിണ് വീണ് അംഗീകരിച്ചു. ഒരു പുതിയ നവീകരണം അവിടെ ഉണ്ടായി. അപ്പോഴാണ് ബാക്കിയുള്ള പ്രവാചകന്മാരെയൊക്കെ കൊല്ലുന്നത്. അതിന് ആരും സാക്ഷിയാ? ആഹാബ് രാജാവിന് സാക്ഷിയാ. ആഹാബ് രാജാവിനെ നിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ദൈവമക്കളെ, നമ്മൊരു കാര്യം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കുക. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാനായിട്ട് ഇടയായി തീർന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട് മഴയെ നിർത്തി. ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തിന് വേണ്ടി അർപ്പിച്ച യാഗത്തെ ഉയരത്തിൽ നിന്ന് തീയിറക്കി ദഹിപ്പിച്ചു. വീണ്ടും ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി? മഴയ്ക്ക് വേണ്ടി. 3.5 വർഷത്തിന് ശേഷം ഏലിയാവ് പ്രാർത്ഥിച്ചു. വീണ്ടും അവിടെ വലിയൊരു മഴ പെയ്തു. അത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നുള്ളത് ഏലിയാവിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാറുണ്ടോ? ഉണ്ടോ? നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്.
എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ടോ? ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച വാക്ക് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ തടസ്സം എൻ്റെ ജീവിതത്തിൽ എന്തോ പോരായ്മകൾ ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ പോരായ്മകളാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിന് തടസ്സമായിട്ടുള്ളത്. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ വളരെയധികം പ്രാർത്ഥിച്ചവരാണ്. ആ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. യാതൊരു സംശയമില്ല. ഇന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ കാലഘട്ടങ്ങളിൽ എൻ്റെ പിതാക്കന്മാരുടെ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒക്കെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, രാവിലെയും വൈകിട്ടും കൃത്യമായ കുടുംബ പ്രാർത്ഥന. അല്ലെങ്കിലോ വിഷയം രൂക്ഷമാണ് അല്ലേ? പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും സജീവമാകണം. സന്ധ്യാപ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുടുംബത്തിൽ ഞാൻ കുറ്റം പറയാനല്ല, എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ട്? രാവിലെയും വൈകിട്ടും മുടങ്ങാതെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ഒരു ദിവസം ആരംഭിച്ചാൽ അത് അനുഗ്രഹകരമായിരിക്കും. അങ്ങനെ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ അവർ ക്ഷീണിച്ചാണ്, അവർ വളരെ താമസിച്ച് കിടന്നു എന്നൊക്കെ വഴി പറഞ്ഞിട്ട് അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താതിരിക്കുന്ന അനുഭവം, അത് ദൈവത്തിന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ആലോചനയല്ല. യേശോ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങള് യഹോവയെ സേവിക്കും. ഈ ദൈവത്തെ പൂർണ്ണതയിൽ സ്നേഹിക്കുവാൻ സേവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആത്മീയമായ നന്മകൾ അനുഭവിക്കുന്ന ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ജനമായിട്ട് ഈ ദേശത്ത് നിലനിൽക്കുന്ന തന്റെ മക്കള് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നാം കടപ്പെട്ടവരാണ്. ദൈവം തന്നിരിക്കുന്ന നന്മകൾക്ക് ഒത്തവണ്ണം നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനിടയാകും. പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ. ഏറ്റവും ഉന്നതമായ ജീവിത നിലവാരം ഉണ്ടായി തീരുവാൻ ഈ പ്രാർത്ഥനാ ജീവിതം നമ്മെ സഹായിക്കട്ടെ. ഞാൻ എല്ലാ വാക്യങ്ങളും ഓർപ്പിക്കുവാനായിട്ട് സമയമില്ല. എങ്കിലും അടുത്തൊരു പ്രത്യേകത, ഈ ദൈവം, ഏലിയാവിന്റെ ദൈവം വളരെ ദീർഘക്ഷമയുള്ള ദൈവമാണ്. ദീർഘക്ഷമയുള്ള, ലോങ് സഫറിങ് നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നാം വായിച്ച സങ്കീർത്തനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. യഹോവ ദീർഘക്ഷമയും മഹാദൈവമുള്ളവനാണ്. അപ്പൊ ഈ ദീർഘക്ഷമയുള്ള ദൈവം ഏലിയാവിനുള്ള ബന്ധത്തിൽ എവിടെയാ ദീർഘക്ഷമ കാണിച്ചത്? നമുക്കറിയാം, ഏലിയാവിന്റെ ജീവിതത്തിൽ വലിയ പരാജയം ഉണ്ടായി. എന്താ? ഇപ്പൊ നമ്മൾ വായിച്ചു, ഈ ആരാധനയൊക്കെ കഴിഞ്ഞ് ദൈവത്തെ ആരാധിച്ചിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് എന്താ, ആഹാവ് നേരത്തെ അരമനയിൽ ചെന്നു ഇസബേലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാ സംഭവം, അതാ നമ്മുടെ നിന്റെ പ്രവാചകന്മാരെ ഒക്കെ കൊന്നുകളഞ്ഞു. ഇസബേൽ എന്താ പറഞ്ഞത്? ഒരാളെ പറഞ്ഞു വിട്ടു, ഏലിയാവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് എന്താ പറഞ്ഞു? നാളെ ഈ സമയത്ത് നിന്റെ തല നിന്നെ മാറ്റിക്കളയും എന്ന് പറഞ്ഞ് നിന്നെ കൊന്നുകളയും. ആ ഒരു വാക്കില് ഏലിയാവ് ഭയപ്പെട്ടു, ക്ഷീണിച്ചുപോയി. മാത്രമല്ല, താൻ വളരെ ദീർഘദൂരം ഓടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ ഒറ്റയ്ക്കുള്ള ശുശ്രൂഷകളാണ്. താൻ വളരെ ശാരീരികമായി ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ വാക്കുകൂടെ കേട്ടപ്പോൾ അവൻ വളരെയധികം ഭയപ്പെട്ടു. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ശാരീരികമായിട്ടൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രതികൂലങ്ങൾ കൂടെ ഉണ്ടായാൽ നമ്മളാകെ തളർന്നു പോകുന്ന അനുഭവമാണ്. അതാണ് ഏലിയാവിന് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഏലിയാവ് ദൈവമുഖത്തേക്ക് നോക്കേണ്ടവനായിരുന്നു. ആ കേട്ടപാടെ അവൻ തകർന്നുപോയി. താൻ പറയുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് ചുവരിച്ചെടിയുടേതായിട്ട് തണലിൽ ഇരുന്നുകൊണ്ട് താൻ പറയാണ്, ഒട്ടും നല്ലവനല്ലല്ലോ. ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു പ്രതിസന്ധിയാണ്. ഇതുവരെ ദൈവത്തോടുള്ള ബന്ധത്തിൽ സജീവമായ ആരാധന കഴിഞ്ഞു, ദൈവത്തിന് പ്രസാദകരമായ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മടങ്ങി വന്നതാണ്. വളരെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അപ്പൊ അവൻ പറഞ്ഞു, മതി, ഇനി എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറയാണ്, ഇതൊക്കെ കർത്താവ് കേട്ടോണ്ടിരിക്കുകയാണ്. കർത്താവ് എന്ന് പറഞ്ഞാണ്, ഏലിയാവേ, അതൊന്നുമല്ല, അങ്ങനെയല്ല, നിന്റെ ആത്മാവിനെ അല്ല ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ നിന്നെ മുഴുവനായി, നിന്നെ ശരീരത്തോടുകൂടെ എടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഏലിയാവിനോട് ദൈവം അടുത്തുണ്ടായിരുന്നെ പറഞ്ഞാണ്. അല്ലെങ്കിൽ ദൈവം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഏലിയാവ്, നിന്നെ നീ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി. ഈ ആത്മാവിനെ മാത്രം എടുക്കുക എന്നുള്ളതല്ല, നിന്നെ മുഴുവനായിട്ട് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, പിന്നീട് ആ തളർന്നുപോയ ഏലിയാവിനെ സംരക്ഷിക്കുന്നു. അവന് ആഹാരവും വെള്ളമൊക്കെ ദൂതൻ മുഖാന്തരം കൊടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് അവൻ യാത്രയാകുന്നു. അങ്ങനെ അവൻ സിനായ് മലയിലേക്ക് ഓടുകയാണ്. സിനായ് മലയിൽ ഉള്ള പ്രത്യേകത നമുക്കറിയാം. അവിടെ എന്താ ഉള്ളത്? സിനായ് മലയിലെ ഒരു സംഭവം ഏലിയാവിന്റെ ഓർമ്മയിൽ വന്നു കാണും. മുമ്പ് മോശ ദൈവമായിട്ട് സമ്മേളിച്ച സ്ഥലമാണ് ഈ സിനായ്, അല്ലെങ്കിൽ ഹൊരേബ്. അപ്പൊ അവിടെ ചെന്നാൽ എന്തെങ്കിലും മെച്ചമുണ്ടാകും, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചായിരിക്കാം അവിടേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നിട്ട് യാതൊരു മാറ്റവും എനിക്കുണ്ടായില്ല. മാത്രമല്ല, താൻ അവിടെ വലിയ ഭൂകമ്പങ്ങള്, വലിയ കൊടുങ്കാറ്റ്, വലിയ തീയൊക്കെ കണ്ടു. എന്നിട്ട് ഇതൊന്നും അവനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടിരുന്നില്ല. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഒരു മന്ദസ്വരം
അവൻ തന്റെ ചെവിയിൽ കേട്ടു. ഏലിയാവേ എന്നുള്ള വിളി അവൻ കേട്ടപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ മന്ദസ്വരമാണ് ഏലിയാവിനെ അവിടെ രൂപാന്തരത്തിലേക്ക് നയിച്ചത്. ഏലിയാവിന് സജീവമായ നിലവാരം പുലർത്തുവാനായിട്ട് അല്ലെങ്കിൽ ആത്മീയ ബന്ധം പുലർത്തുവാനായിട്ട് ഇടയായിത്തീർന്നത് ആ മന്ദസ്വരമാണ്. ദൈവമക്കളെ, നമുക്ക് ആ ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ആ ഇമ്പസ്വരം കേൾക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. അവിടെയൊക്കെ നാം ദൈവമുഖത്തേക്കാണ് നോക്കണം. ഈ ലോകത്തുള്ള ഏത് വലിയ ശക്തികളിലേക്ക് നോക്കിയാലും നാം പരാജയപ്പെട്ടു പോകും, നാം നിരാശരായി തീരും. എന്നാൽ നമ്മെ ആദരിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ദൈവിക സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം സധൈര്യം മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. വിജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇടയായി തീരും. ഏലിയാവിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ മരിച്ചിട്ടില്ല. അത് നമുക്ക് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഏലിയാവിന്റെ ശിഷ്യനായിരിക്കുന്ന എലീശയുള്ള ബന്ധത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എലീശ ആ നിലയിൽ വിശ്വസിച്ചു, പൂർണ്ണമായി ധൈര്യപ്പെട്ടു. ഏലിയാവിന്റെ ദൈവം എവിടെയെന്നാണ് താൻ ചോദിക്കുന്ന അവസാനം. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. തുടർന്ന് നമുക്ക് അടുത്ത ഒരു ഭാഗം കൂടെ ചിന്തിക്കാം. അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏലിയാവിന്റെ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവൻ ന്യായം വിധിക്കുന്നവനാണ്. മുമ്പേ പ്രാരംഭത്തിൽ ഓർത്തു, ഇവിടെയും ദൈവം ന്യായം വിധിക്കുന്നു. അതെവിടെയാണ്? ഈ വിഷയങ്ങളെല്ലാം കഴിഞ്ഞു, ഒരു വലിയ മാനസാന്തരം അവിടെ ഉണ്ടായി. എങ്കിലും ആഹാബും ഇതുവരെ ശരിയായ നിലയിൽ ഒരു മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. പഴയ ജീവിത നിലവാരത്തിൽ തന്നെ തുടരുകയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നാബോത്തിന്റെ തോട്ടം. ഇതിനു വേണ്ടിയാ ആഹാബിന് ചീരത്തോട്ടമാണ്. മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാനായിട്ട് നാബോത്തിനോട് ചോദിച്ചെന്നാൽ നാബോത്ത് സമ്മതിച്ചില്ല. എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ ഒരിക്കലും നഷ്ടമാക്കിയില്ല എന്ന് പറഞ്ഞ് അവൻ അതിനെ എതിർത്തു. എന്നാൽ ഇസബേല് അതിനുള്ള തന്ത്രങ്ങളൊക്കെ ചുരുക്കിയാൻ ഇങ്ങനെ പറയട്ടെ, നാബോത്തിനെ അവരെ കൊല്ലിച്ചു. കള്ളസാക്ഷികളെ നിർത്തി നാബോത്തിനെ കൊന്നു. ആ തോട്ടം ആഹാബ് എടുത്തു. ഇത് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നാബോത്തിനെ കൊന്നത് വളരെ അനന്തരഫലങ്ങൾ, വളരെ ദുഃഖകരമായ അനുഭവങ്ങൾ അവിടെ ഉളവാക്കി. അവിടെ പറയാണ്, നീ ആഹാബിനോട് ചെന്ന് വീണ്ടും പറയാ എന്ന് പറഞ്ഞ് ഏലിയാവിനെ ആഹാബിന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ആഹാബിനോട് പറയാണ്, നീ ചെയ്തത് തെറ്റായി. അത് അങ്ങനെ ദൈവത്തിന്റെ ശിക്ഷാവിധി അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. തുറന്നാം വായിക്കുന്നത് ആ സമയത്ത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഏലിയാവ് ഇവിടെ ചിലരെ എലിശ, ഹസായേല്, യേഹു എന്നിവരെ അഭിഷേകം ചെയ്തു. അവർ ചില ഉത്തരവാദിത്വങ്ങൾ കൊടുത്തു. അതിനുശേഷം അങ്ങനെ എലീശയെ ഏലിയാവിന് പകരമായിട്ട് തുടർന്നുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എലീശയെ അവിടെ നിയോഗിക്കുക. അവിടെ നാം കാണുന്നത് ദൈവം ആഹാബിനെ ഒരു യുദ്ധത്തിൽ കൂടെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ശിക്ഷാവിധി അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും ചിന്തിച്ചു. ഏലിയാവിനുള്ള ബന്ധത്തില് ദൈവം വിശ്വസ്തനാണ്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ദൈവം ന്യായം വിധിക്കുന്നവനാണ്, ദൈവം പാപത്തോട് പോരാടുന്നവനാണ്, പാപത്തെ ശിക്ഷ വിധിക്കുന്നവനാണ്. ആഹാബിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ആഹാബിനോടും ആഹാബിന്റെ ഭാര്യ ഇസബലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രത്യേകമായ ന്യായവിധി അവിടെ മേൽ വന്നു. ദൈവത്തെ അനുസരിക്കാഞ്ഞതിന്റെ, വിഗ്രഹാരാധന നടത്തുന്നതിന്റെ അനന്തര ഫലം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇനി ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഏലിയാവിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു, ഏലിയാവ് ചില ദേശം അല്ലെങ്കിൽ മുൻപ് താൻ കടന്നുപോയ അല്ലെങ്കിൽ തന്റെ ഓർമ്മയിൽ വരുന്ന ചില പ്രദേശങ്ങളൊക്കെ ഒന്ന് സഞ്ചരിച്ച് ഒന്നുകൂടെ പഴയ ചില ഓർമ്മകളെ പുതുക്കാനായിട്ട് ആഗ്രഹിച്ചു. അത് ഒന്നാമത് താൻ കടന്നു പോകുന്ന സ്ഥലം ഇപ്പോൾ അല്ലെങ്കിൽ 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ താൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗിൽഗാലാണ്. ഏലിയാവിന്റെ ഓർമ്മകൾ ഇങ്ങനെ കടന്നുപോയി. കഴിഞ്ഞ നാളിൽ ദൈവം വലിയവനാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു, യഹോവ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ അനുഗ്രഹീതമായ ചില ചിന്തകൾ, അവരെ കുറിച്ചുള്ള ചരിത്ര ഓർമ്മകൾ ഏലിയാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു. ഒന്ന് ഗിൽഗാൽ. ഗിൽഗാൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? നിന്ന നീക്കിക്കളഞ്ഞു. നിന്ന നീക്കപ്പെട്ട സ്ഥലം. നമുക്ക് അതിന്റെ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്കറിയാം. മിസ്രൈമിൽ നിന്ന് കടന്നു വന്ന ജനം അതുവരെയും ഈ യോർദാന്റെ നദീ തീരത്തെത്തി നിൽക്കുകയാണ്. അതുവരെ ഒരു പരിശോധന കഴിഞ്ഞിരുന്നില്ല, പുരുഷന്മാരാരെയും പരിശോധന കഴിച്ചിരുന്നില്ല. അത് ദൈവത്തിന് പ്രസാദമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആ നിലയുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി എല്ലാ പുരുഷന്മാരെയും പരിശോധന ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആ സ്ഥലത്തിന് ഗിൽഗാൽ എന്ന് പേരായത്. ആ നിന്ന നീക്കിക്കളഞ്ഞ, മിസ്രൈമിന്റെ നിന്ന നീക്കിക്കളഞ്ഞ സ്ഥലം. ഒന്നാമത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന നീക്കിയ ഒരു സ്ഥലമാണ്, അത് കാൽവരി ക്രൂശാണ്. കാൽവരി ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായിരുന്നു. നമ്മുടെ നിന്ന നീക്കപ്പെട്ട സ്ഥലം കാൽവരി ക്രൂശ്, ശത്രുവിനെ പരാജയപ്പെടുത്തിയ സ്ഥാനം. രണ്ടാമത് അവിടെ നിന്ന് ഏലിയാവ് മുന്നോട്ട് പോയാണ്. ഗിൽഗാലിൽ നിന്ന് അടുത്തത് പോയത് 2-ാം അധ്യായത്തിൽ കാണും ബഥേലിലേക്ക്.
ബഥേലില് എന്താ പ്രത്യേകത? അവിടെ ഒരു ജീവിത മാറ്റം സംഭവിച്ച സ്ഥാനമാണ്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച, ദൈവവുമായി ഡയറക്റ്റായിട്ട് ഏർപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഈ പ്രദേശം. ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ഭവനം, അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മൂന്നാമത് എരിഹോവിലേക്ക് ഏലിയാവ് പോവുകയാണ്. എരിഹോ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആദ്യമായി യുദ്ധം ചെയ്ത് കീഴടക്കിയ സ്ഥലമാണ്. യോശുവ കീഴടക്കിയ സ്ഥലമാണ്. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തില് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരു ദിവസമുണ്ട് നമുക്ക്. മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, ശത്രുവിനെ പരാജയപ്പെടുത്തേണ്ട അനുഭവങ്ങളുണ്ട്. അവിടെ വിശ്വസ്തയോടെ മുൻപോട്ട് പോകാനായിട്ട് ഇടയാക്കിയിട്ട് നാലാമത് എവിടെയാണ്? യോർദാനിന്റെ തീരത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. യോർദാനിലേക്ക് കടന്നു. ഏലിയാവിന്റെ അവസാനത്തെ അത്ഭുതം അവിടെ ചെയ്യുകയാണ്. യോർദാൻ ചക്കരക്കടൽ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയുവാനായിട്ട് കഴിയും, ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ച സ്ഥാനം. ദൈവമക്കളെ, നാം ഓർക്കുക, നമ്മെ കർത്താവ് കരുതുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്, വഴി നടത്തുന്നവനാണ്. നാം നിത്യതയിലേക്ക് നമ്മെ എത്തുവോളം കൈവിടാത്ത ദൈവമാണ് യഹോവ അനന്യനാണ്. ആ ദൈവമുഖത്തേക്ക് നമുക്ക് ഇന്ന് കാലം നോക്കാം. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ ഇന്ന് പരിശോധിക്കാം. നമ്മുടെ നിന്ന് മാറ്റപ്പെട്ട സ്ഥലമുണ്ട്, കർത്താവുമായി ഉടമ്പടി ചെയ്ത സ്ഥലമുണ്ട്, കർത്താവുമായി ബന്ധപ്പെട്ട സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തില്, യുദ്ധത്തിന്റെ അവസരങ്ങളില് ദൈവം നമ്മെ കരുതിയ ദൈവമാണ്, വിജയം നൽകിയ ദൈവമാണ്. മാത്രമല്ല, അവൻ കൈവിടാത്തവനാണ്. നിത്യതയിൽ വാഗ്ദത്ത ദേശത്ത് എത്തുവോളം നമ്മെ പരിപാലിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. മാത്രമല്ല, അവൻ ഒരു കാര്യം ഇങ്ങനെ ഓർപ്പിക്കട്ടെ, എലീശയോടുള്ള ബന്ധത്തില് എലീശ ഏലിയാവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഏലിയാവിനോടുള്ള ബന്ധത്തില് ചോദിച്ചില്ല വാങ്ങിയ ചില അനുഗ്രഹങ്ങളുണ്ട്. എന്താ ചോദിച്ചു വാങ്ങിയ അനുഗ്രഹങ്ങള്? നിനക്ക് എന്ത് വേണമെന്ന് ഏലിയാവ് ചോദിച്ചപ്പോൾ എലീശ പറഞ്ഞു, എനിക്ക് നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം, ഇരട്ടി പങ്ക് വേണം. ആത്മാവിന്റെ ഇരട്ടി പങ്കാണോ? ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഇന്നലെ ഇരുന്നപ്പോൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, ഏലിയാവ് ചെയ്തതിനേക്കാൾ കൂടുതൽ കർത്താവ് വേണ്ടി ചെയ്യുവാൻ എനിക്ക് ഇടയായി തീർന്നു. അതാണ് യഥാർത്ഥത്തില് എലീശ ആഗ്രഹിച്ചത്. അത് സാധിച്ചു. ഏലിയാവ് 8 അത്ഭുതങ്ങളെ ചെയ്തതായിട്ട് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. എന്നാലേ എലീശയെ സംബന്ധിച്ചിടത്തോളം എലീശ 16 അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് ദൈവവചനത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കും. അപ്പം ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു വിഷയം, കർത്താവിന് വേണ്ടി ഏലിയാവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് എലീശയുടെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു. ദൈവമക്കളെ, നാം ആഗ്രഹിച്ചാൽ, നാം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന്റെ വിശ്വസ്തത എത്രയോ വലുതാണ്. അവൻ കരുതുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രതിസന്ധികളുടെ മധ്യത്തില്, പരാജയങ്ങളുടെ മധ്യത്തില് നമ്മെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും നമ്മെ വീണ്ടും നിലനിർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ആ മുഖത്തേക്ക് നോക്കാം. 631 പാട്ടിന്റെ ഒരു സ്റ്റാൻസ മാത്രം നമുക്ക് പാടാം. അതിന്റെ 5ാമത്തെ സ്റ്റാൻസ. Glory, glory.